കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അബിയെ പോലീസുകാർ പിടിച്ചോണ്ട് പോവാണ്. ഈ സമയത്ത് അബി വണ്ടിക്കകത്തിരുന്ന് പറയുന്നുണ്ട്, എന്നെ വെറുതെ വിട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനല്ല മോഷണം നടത്തിയത്, ഞാൻ അനന്തമൂർത്തിയുടെ കൊച്ചുമോനാന്നൊക്കെ. ഇത് കേട്ടത് എസ് ഐ പറഞ്ഞു, ഒന്നും മിണ്ടാരിയുടെ അവിടെ, ഇനി ഒരക്ഷരം നീ മിണ്ടിയിട്ടുണ്ടെ നിന്റെ ഇവിടെ ഇട്ട് ഞാൻ ചുരുട്ടി കൂട്ടുമെന്ന് പറയണം. അബിയാണെ പെട്ടുപോയി, എന്ത് ചെയ്യണം ഇനിയിപ്പൊ തന്റെ ജീവിതം തീർന്നത് മനസ്സിലായി. ഇവന്മാര് ചുരുട്ടി കൂട്ടിയാ പിന്നെ തന്റെ എല്ലാം മുള്ളും പോലും ബാക്കി കാണത്തില്ലെന്ന് മനസ്സിലായി. ആ സമയം അനാമയുടെ അച്ഛൻ വേണു നേരെ ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ അടുത്തേക്ക് എത്തുവാണ്. പിന്നീട് ആ ഗുണ്ടയ്ക്ക് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ദേ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇവളാണ് ഈ ഫോട്ടോയെ കാണുന്ന പെണ്ണാന്ന് പറയണം എന്നും പറഞ്ഞ് ഫോട്ടോ കാണിക്കുകയാണ്. അത് മറ്റാരുടെ ആയിരുന്നില്ല, ആ ഫോട്ടോ നന്ദുവിന്റെ ഫോട്ടോയാണ്. അപ്പൊ നന്ദുവിനെ ഇടിച്ചിഞ്ച പരുവാക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുകയാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഈ നരന്ത് പെണ്ണോ, ഇവിടെയൊക്കെ ഈസി അല്ലേ ഒതുക്കാനായിട്ട്, ദേ ഇതിനു മുമ്പ് ഞാൻ പൈസ കൊടുത്തവര് ഇങ്ങനെയൊക്കെ തന്നെയാ പറഞ്ഞേ. അവര് പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവന്മാരെ എല്ലാം എടുത്തിട്ടിടിച്ചീപ്പുണ്ട്. ഇങ്ങനെ ഇരുന്നാലും ആള് നിസ്സാരക്കാരില്ലെന്ന് പറയണം. എന്റെ പൊന്ന് സാറേ, ഇതിന് ഞാൻ മാത്രം മതി, ഞാൻ ഒറ്റ ഒരാൾ മതി ഇവളെ അടിച്ചൊതുക്കാനായിട്ട്, സാറ് ധൈര്യമായിട്ട് പോയിക്കോന്ന് പറയണം. വേണു പറഞ്ഞു, അതെ ഈ തവണ എങ്കിലും അവള് രക്ഷപ്പെടില്ലെന്ന് പറയണം. ഈ തവണ അവള് രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, എന്റെ മുന്നിലിട്ട് അവളെ ഞാനത് ശരിയാക്കൂന്ന് പറയണം. അങ്ങനെ വേണു ഭയങ്കര സന്തോഷത്തോടു കൂടി അങ്ങോട്ട് പോവാണ്. ഈ സമയം അബിനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസുകാരെത്തി കഴിഞ്ഞിട്ട് അബിയോട് സത്യം പറയടാ എന്ന് പറയണ. നീ ആ മോഷ്ടിച്ച് മുതലൊക്കെ എവിടെ വെച്ചു? അബിയൊന്നും പറയാൻ കൂട്ടാക്കില്ല. നീ പറയില്ലല്ലേ? അബിയുടെ വയറ് നോക്കി നല്ല ഇടി കൊടുക്കണം. ഇതേ ഇപ്പൊ നിനക്കിട്ട് ഈ ഇടി തരുന്ന എന്തിനാണെന്നറിയാവോ? ഒരു പക്ഷെ നാളെ നീ ആ അനന്തമൂർത്തിയുടെ കൊച്ചുമോൻ എന്നെങ്ങാനും വന്നിട്ടുണ്ടെങ്കിലേ അത് നീക്ക് ഇടിക്കാൻ പറ്റില്ല. കാരണം ഇനിയിപ്പൊ ഇങ്ങനെ ഇടിച്ചെന്ന് പറഞ്ഞാലും പുറമെ പാടൊന്നും കാണത്തില്ല, ഉള്ളിലോ കാണത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. പിന്നെ നീ ആ അനന്തമൂർത്തി സാറിന്റെ കൊച്ചുമോനല്ലെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഒരിക്കലും അങ്ങനെ വരാൻ വഴിയില്ല. നിന്നെപ്പോലെ ഒരുത്തൻ പണം കൊടുത്തിട്ട് കോട്ടയിൽ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നവൻ ഒരിക്കലും അനന്തമൂർത്തി സാറിന്റെ കൊച്ചുമോനായിരിക്കില്ല. പിന്നെ കള്ളം പറയുന്നതിന് അത് വേറെ, അതും കൂടെ കൂട്ടി ഇപ്പൊ തരുന്നേന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അബിയോട് ഞാൻ പറഞ്ഞ സത്യോ സാറേ, സാറിന് വല്ല സംശയം ഉണ്ടെങ്കിൽ സാറ് ഒരു കാര്യം ചെയ്യാം, ഇതേ മുത്തശ്ശന്റെ ഫോണിലേക്കോ അല്ലെങ്കിൽ അവിടെ ആരുടെയും ഫോൺ നമ്പറിൽ തരാം, അതിനകത്തേക്കൊന്ന് വിളിച്ചു നോക്ക്, അപ്പൊ സത്യാവസ്ഥ അറിയാലെന്ന് പറയണം. വേണ്ട വേണ്ട, കൂടുതൽ സത്യാവസ്ഥയൊന്നും അറിയണ്ട, നീ ഇതിനേക്കാൾ അപ്പുറം ഊടായ്പ കാണിക്കും. ശബരിമലയ്ക്കൊന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടവനല്ലേ, അതുകൊണ്ട് നീ കൂടുതൽ ഊടായ്പ കാണിക്കൊന്നും വേണ്ട, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നാൽ മതി, എന്ത് ചെയ്യണം ഞങ്ങൾക്ക് അറിയാന്നൊക്കെ പറയണം. ഈ സമയം അബിക്ക് മനസ്സിലായി, ഇനി ഇവിടെ തനിക്ക് വേറെ ഒരു വഴിയില്ല, ഗത്യന്തരമില്ല, ആരെങ്കിലും വന്ന് സത്യങ്ങളൊക്കെ അറിഞ്ഞ് തന്നെ ഇറക്കിക്കൊണ്ട് പോയാൽ മാത്രമേ രക്ഷയുള്ളെന്ന് അബിക്ക് മനസ്സിലാവുകയാണ്. പിന്നീട് ദേവേനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ദേവേനയുടെ മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു വരുവാണ്. ഒരുപക്ഷെ അന്ന് ആദർശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഇവിടെ നയനെക്കുറിച്ച് മനസ്സിലാവാൻ പോകുന്നുള്ളൂ. അമ്മ അവള് നല്ലവളാ, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ജലജ വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ ഏട്ടത്തി ഭയങ്കര ആലോചന എന്താന്ന് ചോദിക്കുക. ഒന്നുമില്ല, ഞാൻ ആ കരള് പാത്തു തന്ന പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. അവളെക്കുറിച്ച് എന്താ? അല്ല, എനിക്ക് അവളെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല. 50 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് കൊടുത്തു വിട്ടു, പക്ഷെ എങ്കിൽ അത് ഇതുവരെയായിട്ട് അവള് ബാങ്കിൽ ഹാജരാക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് മെസ്സേജ് വന്നേനം. ഇത് കേട്ടതും ജലജ പറഞ്ഞു, അവരിഷ്ടം പോലെ പൈസ ഉള്ളവരായിരിക്കും, അതുകൊണ്ട് അവർക്ക് പൈസയുടെ കാര്യമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ചെക്ക് കൊടുക്കാത്തെന്ന് പറയാം. എന്നാലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, എത്രയെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തുവിട്ട ചെക്കല്ലേ, അത് വാങ്ങി ബാങ്കിൽ പ്രസന്റ് ചെയ്യേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ലോ എന്ന് പറയണം. ആ സമയം ജലജ മനസ്സിൽ പറയാം, 50 ലക്ഷം രൂപ കൊടുത്തു പോലും ഇവിടെ ഇല്ലാത്തവന് തരത്തില്ല, ഉള്ളവന് വീണ്ടും വീണ്ടും കൊടുത്തോണ്ടിരിക്കും. അല്ലെങ്കിലും അത് അങ്ങനെയാണല്ലോ, തനിക്കോ തന്റെ മോനോ 1 രൂപ പോലും ഇവരൊന്നും തരത്തില്ല, വേണ്ടാത്ത കാര്യത്തിനൊക്കെ ഇഷ്ടം പോലെ പൈസ ചെലവാക്കട്ടെ അങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് ജലജ കട്ടക്കലിപ്പ് ഇങ്ങനെ നിൽക്കുക. പക്ഷെ അത് പ്രകടിപ്പിക്കാനായിട്ട് പറ്റില്ല. എങ്ങനെയാ ദേവേന്റെ മുന്നിൽ പ്രകടിപ്പിക്കുന്നേ? ആ സമയം ദേവേനെ ഓർത്തു, അന്ന് ജയൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ ഞാൻ അവളെ കാണില്ലെന്നൊക്കെ ജയേട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പം ജയേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ദേവേനി നിനക്കൊരിക്കലും അവളുടെ നന്മ മനസ്സിലാവും, നിന്നെ അവള് സ്നേഹിക്കുന്ന അത്രമാത്രമാണ്, നിന്നെ അമ്മായിമ്മയായിട്ടല്ല സ്വന്തം അമ്മയായിട്ട് അവള് സ്നേഹിക്കുന്നത്. അതിപ്പം നിനക്ക് മനസ്സിലായില്ല, പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് മനസ്സിലാവും. പക്ഷെ താൻ പറഞ്ഞെന്താ, അവളുടെ മുഖം പോലും തനിക്ക് കാണണ്ട, തന്റെ കൺമുന്നിൽ പോലും അവളെ കാണണ്ടെന്ന്. ഒരു പക്ഷെ ഇനിയിപ്പൊ തന്റെ മനസ്സിലുള്ള സംശയം പോലെ ആയിരിക്കുമോ എങ്ങനെ ചിന്തിക്കുകയാണ്.
പിന്നീട് ജലജ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി നേരെ ഡോക്ടറുടെ ഫോൺ നമ്പർ എടുത്ത് ഡോക്ടറുടെ നമ്പറിലേക്ക് വിളിക്കുവാണ്. ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എനിക്കൊരു സംശയം ചോദിക്കുകയാണെന്ന് പറയാം. ആ ദേവേനയാണോ, എങ്ങനെയുണ്ട് ഇപ്പൊ, എങ്ങനെയുണ്ടെന്ന് ചോദിക്കണേ. കുഴപ്പമൊന്നുമില്ല ഡോക്ടർ എന്ന് പറയും. എന്നാ ഇനി സംശയം എന്താന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ എനിക്ക് കരള് പാത്തുന്ന ആ പെൺകുട്ടിയുണ്ടല്ലോ, അവൾ ആരാണെന്ന് പറയാവോ, അവളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് തരാമെന്ന് ചോദിക്കും. ഇത് കേട്ടോണ്ട് ഡോക്ടർ പറഞ്ഞു, അതെന്താ ഇപ്പൊ ഡീറ്റെയിൽസ്? അല്ല എനിക്ക് ആ കുട്ടിയെ പോയി ഒന്ന് കാണണമെന്നുണ്ട്, എനിക്ക് ജീവൻ തിരികെ തന്നല്ലേ, അപ്പൊ ആ കുട്ടിയെ പോയി കണ്ട് ഇച്ചിരി നന്ദിവാക്കൊക്കെ പറയണമെന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടോണ്ട് ഡോക്ടർ പറഞ്ഞു, അത് പിന്നെ ദേവേനി പറയുന്നുണ്ടോന്ന് തോന്നരുത്, ആ കുട്ടീനെ കാണാൻ പോകാനായിട്ട് ഡീറ്റെയിൽസ് അറിയാൻ എനിക്ക് പറ്റില്ലെന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞ്? അതെ, അവരും അവരുടെ ഭർത്താവും കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽസ് ഒന്നും ആർക്കും കൊടുക്കരുതെന്ന്, അതുകൊണ്ട് തരാൻ കഴിയില്ലെന്ന് പറയണം. എന്നാലും ഡോക്ടർ ഞാൻ ദേവേന് നല്ല ഉദ്ദേശത്തോടു കൂട്ടായിരിക്കും, ദേവേന് വീട്ടിൽ തന്നെ അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് തന്നെ ചോദിച്ചു നോക്കാം ആരാന്ന്. ഇനി എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ലെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ കോള് കട്ട് ചെയ്യണം. ദേവേനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഈ സമയം ആദർശം ജയനും ഒക്കെ മലയ്ക്ക് പോയിട്ട് തിരികെ നേരെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. അവിടെയാണ് അഭിനെ ഇരുത്തിയിട്ട് പോയത്. പക്ഷെ അവിടെ എങ്ങും അഭിനെ കണ്ടില്ല. ഇവര് എതിരോടെ പോയി. അപ്പോഴേക്കും ഒരു സ്വാമി അവിടെ ഇരിക്കുന്നുണ്ട്. സ്വാമിയുടെ അടുത്ത് ഇരുന്നിട്ട് ചോദിച്ചു, സ്വാമി ഇവിടെ ഒരു പയ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു ചോദിക്കും, ഒരു ചെറുപ്പക്കാരൻ. കണ്ടില്ല എന്ന് പറയണം. പിന്നീട് ആദർശ് ഫോണിനകത്ത് ഫോട്ടോ എടുക്കുകയാണ് അഭിയുടെ. ഇവനെ കണ്ടായിരുന്നോ? ഇവനെ ഒന്നും കണ്ടില്ലെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, കുറച്ച് അപ്പുറത്ത് മാറി ഒരു തട്ടുകടയുണ്ട്, നിങ്ങൾ അവിടെ ഒന്ന് പോയി ചോദിച്ചു നോക്ക്, ഒരു പക്ഷെങ്കിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും ആദർശം ജയനും ഒക്കെ തട്ടുകടയിലേക്ക് പോവാണ്. ആ തട്ടുകട ചെന്നിട്ട് അവരോട് ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കണേ അറിയാവോന്ന്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും പറഞ്ഞേ, ഇത് അവനല്ലേ ആ കള്ളൻ? കള്ളനോ? അതേന്നെ, രാവിലെ കടയിൽ വന്ന് ചായ ചോദിച്ചു. ചായ ചോദിച്ചു കഴിഞ്ഞിട്ട് അവന് കൈ പണമില്ല പോലും, പണമില്ലാത്തോണ്ട് ഞാൻ അവന് ചായ കൊടുത്തില്ല എന്ന് പറയണേ. എന്നിട്ടെന്താ അവൻ പറഞ്ഞു, ഞാൻ അനന്തമൂർത്തി സാറിന്റെ കൊച്ചുമോൻ എന്നൊക്കെ പറഞ്ഞു. ഞാനത് വിശ്വസിക്കാൻ പോകുന്നുണ്ടോ? അവസാനം ഞാൻ എന്ത് ചെയ്തു, അവനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജയനോ അജയനോ ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം പൈസ ഇല്ലാതെ ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ അവൻ നടക്കുന്നേ. പെട്ടെന്ന് ജയം അജയനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവന് ഇവിടെ കാണുമോ? ഈ സമയം അയാൾ പറഞ്ഞു, അതെ ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല, ചിലപ്പോൾ ഈ ഇടയിലെല്ലാം ഇവിടെ കള്ളന്മാരുടെ ശല്യം ഉണ്ടായിരുന്നു, പോലീസുകാര് പരിചയമില്ലാത്തവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, വല്ല പോലീസ് സ്റ്റേഷനിലും പോയി തിരക്കി നോക്ക്, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അവനെ കണ്ടെത്തിന്നിരിക്കും, ചിലപ്പോൾ അവൻ അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടതും ആദർശും ജയനും എല്ലാവരും തിരികെ വണ്ടിയിലേക്ക് കയറുവാണ്. പിന്നീട് ദേവേനയും ജലജയും മുത്തശ്ശനും മുത്തശ്ശിയും ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. ഈ സമയത്ത് ജലജയോട് മുത്തശ്ശൻ പറഞ്ഞു, അതെ നിന്റെ മകനുണ്ടല്ലോ, നിന്റെ മകൻ കൃത്യമായിട്ട് നോയമ്പ് നോറ്റിട്ടില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല, അവൻ അതുകൊണ്ട് അതിൻ്റെതായ ദോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്, മലയ്ക്ക് പോകുമ്പോഴെങ്കിലും നന്നായിട്ട് വ്രതം എടുത്തിട്ട് പോകണമെന്ന് അവനോട് എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു, അതെ അവൻ നന്നായിട്ട് നോയമ്പൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരുന്ന, അവന്റെ കല്യാണം കഴിഞ്ഞോടുകൂടി അവനിങ്ങനെ നശിച്ചു പോയത്, 2 പെണ്ണുങ്ങൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നതിന് ശേഷം എന്തൊക്കെയാ അവിടെ സംഭവിച്ചിരിക്കുന്നു പറയണം. ഇത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു, നീ അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം. പിന്നെ നീ ആരെ കണ്ട എന്ത് കണ്ട ഈ പറയണ, നിനക്ക് വല്ല ബോധമുണ്ടോ ജലജെ? മലയ്ക്ക് വരായിട്ട് സ്വന്തം ആ മാലയിട്ട് പോകുന്ന സമയത്തെങ്കിലും നിനക്ക് നിന്റെ നാവി ദുഷിച്ച വർത്താനം ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കാം. ജലജ പറഞ്ഞു, ഞാൻ പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നേ, ശരിയായിട്ടുള്ള കാര്യമല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, അതെ വേറെന്തേലും വേണേ പറഞ്ഞു, നയനമോളെ കുറിച്ച് അനാവശ്യം പറയേണ്ട കാര്യമില്ലെന്ന് പറയണം. അവളെ കുറിച്ച് അനാവശ്യം, അവളെ ഇതിന് മാത്രം എന്താ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തേ? ഇത് കേട്ടതും ദേവേന് പറഞ്ഞു, അല്ലച്ച എനിക്കൊരു സംശയം, അച്ഛൻ എന്താ ഈ നായനെ എപ്പോഴും പുകഴ്ത്തി പറയണേ, അവൾ ഇതിന് മാത്രം എന്താ ചെയ്തേന്ന് ചോദിക്കാം. പെട്ടെന്ന് ജലജ ചാടി പറഞ്ഞു, പിന്നെ അറിയത്തില്ലേ കരള് പാത്ത് കളിക്കുന്നത് അവളാന്ന് പറയാണ് ഏട്ടത്തിക്ക്. ഇത് കേട്ടത് മുത്തശ്ശനും പരസ്പരം നോക്കുവാണ്. പെട്ടെന്ന് ദേവേനെ ഒരു നിമിഷം ഒന്ന് ഞെട്ടിത്തരിച്ചിരിക്കുവാണ്. ദേവേയുടെ മനസ്സിൽ അല്ലേ തന്നെ സംശയങ്ങളായിരുന്നു. ജലജ ഇത് പറഞ്ഞപ്പോ അത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് ജാനകി വരുന്നത്. ജാനകി പറഞ്ഞു, പിന്നെ അവള് കരള് പാത്ത് കളിക്ക് പോലും നല്ല കഥയായിപ്പോയി, അങ്ങനെയാണെങ്കിൽ കാക്ക മലർന്നു മറക്കും, സ്വന്തം കാര്യം സിന്താബാന്ന് പറഞ്ഞ് നടക്കുന്നവൾ അവള്, പക്ഷെ എന്റെ അനാമിക മോളാണ് അത് ചെയ്തതെന്ന് പറയണം. ഇത് കേട്ടത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അതെ ചെയ്തേനം നല്ല രീതിക്ക് തന്നെ ചെയ്തേനെന്ന് പറയാം. അച്ഛാ അവളെന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തില് എല്ലാവരുടെ ആശീർവാദത്തോടു കൂടി കടന്നു വന്ന പെൺകുട്ടിയാ അനാമിക, എന്നിട്ടാണ് അവളിപ്പോ പിണങ്ങി വീട്ടിൽ പോയി നിൽക്കുന്നത്. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, ഞങ്ങളാരെയും അവൾ ഇവിടുന്ന് ഇറക്കി വിട്ടല്ലോ, സ്വയം മനസ്സാരെ അവൾ ഇറങ്ങിപ്പോയതാ, പിന്നീട് ഇപ്പൊ തിരിച്ചു വിളിക്കേണ്ട കാര്യമില്ല, എന്നാലും അനി വന്നു കഴിയുമ്പത്തേനും അവളെ വിളിച്ചോണ്ട് വരാൻ പറയണം, അവൾ ഈ കുടുംബത്തിന്റെ മരുമോളല്ലേ, എനിക്ക് ചേരുന്ന എന്റെ മരുമോൾ അവളെന്ന് പറയണം. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, നിനക്ക് പിന്നെ അതൊക്കെ പറ്റുള്ളൂ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ കുടുംബത്തിലേക്ക് കയറി വന്നേല് നയനമോളെ പോലെ ഇത്ര നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ഒരു പെൺകുട്ടി ഇല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം ദേവേനെ വെച്ചു,
അല്ല അച്ഛൻ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, നിങ്ങൾ എല്ലാരും എന്തിനാ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നേ? എപ്പൊ നോക്കിയാലും അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിക്കും. പെട്ടെന്ന് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ദേവേനി. ഇതേ മനസ്സിലാവുന്ന ഒരു ദിവസം വരുമെന്ന് പറയാ. എന്നാലും എന്തിനായിരിക്കും അച്ഛാ അവളെ പിടിച്ചോണ്ട് ക്ഷേത്രത്തിലേക്ക് ഞാനൊക്കെ വരുന്നുണ്ട്, അവൾക്ക് എന്തെങ്കിലും ആവശ്യത ഉണ്ടോന്ന് ചോദിക്കാം. അതിന് അവൾക്ക് വയ്യാത്തല്ലേന്ന് ചോദിക്കുക. വയ്യാത്തോ? പെട്ടെന്നാണ് മുത്തശ്ശൻ അബദ്ധം മനസ്സിലായത്. അല്ല, അവൾക്ക് എന്തോ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടു, അതുകൊണ്ടാന്ന് പറയണം. ജലജ പറഞ്ഞു, ക്ഷീണവും കാര്യങ്ങളും ഒക്കെ അവളും അവളുടെ അനിയത്തിയും കാരണം ഇപ്പൊ അനാമികമോള് വീട്ടിൽ പണങ്ങിപ്പോയിരിക്കുന്നത്. ഇത് കേട്ട മുത്തശ്ശൻ പറഞ്ഞു, അതിന് അവൾ എന്ത് തെറ്റ് ചെയ്തെന്നാ? അവളും അവളുടെ അനിയത്തിയും തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേങ്കില് ഈ പറയുന്ന അനാമിക അങ്ങ് ചെന്ന് കയറി കൊടുത്തല്ലേ. അവളുടെ കയ്യിരിപ്പുണ്ടല്ലേ അവൾക്കിട്ട് തല്ലി കിട്ടിയത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ലെന്ന് പറയാണ്. ജാനകി പറഞ്ഞു, ഇനിയിപ്പൊ അച്ഛൻ അവരെ എന്തൊക്കെ ന്യായീകരിച്ചെന്ന് പറഞ്ഞാലും ശരി, എനിക്കൊരിക്കലും അവരെ അംഗീകരിക്കാനായിട്ട് സാധിക്കില്ലെന്ന് പറയാണ്. ഈ സമയമെല്ലാം ദേവേന്റെ മനസ്സിൽ പല പല ചിന്തകളും വരുവാണ്. മുത്തശ്ശൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ദേ നയനെ നിനക്ക് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് അവൾ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവളാ. അത് നീ എന്തെങ്കിലും ഒരിക്കലും മനസ്സിലാക്കും ദേവേനെന്നൊക്കെ വീണ്ടും അത് തന്നെ മുത്തശ്ശൻ ആവർത്തിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ദേവേനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്തൊക്കെയോ എവിടെയൊക്കെ കുഴപ്പങ്ങളുണ്ട്. തന്റെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും എന്തോ. തനിക്ക് കരള് പാത്തുന്നത് അവളാണോ? അങ്ങനെ ഒരു ചിന്ത ദേവേനയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം പോലീസ് സ്റ്റേഷനിൽ അഭി സെല്ലിനുള്ളിലായിരുന്നു, ലോക്കപ്പിനുള്ളില്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശം ജയനും ഒക്കെ അങ്ങോട്ട് വരുവാണ്. അങ്ങനെ വന്ന് എസ് ഐനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എസ് ഐ ആ കാര്യങ്ങളൊക്കെ പറയണേ. അങ്ങനെ അവസാനം അഭിനെ ആ സെല്ലിനകത്ത് പുറത്തേക്ക് ഇറങ്ങുവാണ്. അഭി ചട്ടിച്ചട്ടി അങ്ങോട്ട് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജയൻ പറഞ്ഞു, എന്ത് പരിപാടി സാറേ കാണിച്ചേ? ആളറിയാൻ സാർ ഇതുപോലെ ചെയ്യേണ്ട കാര്യം ഉണ്ടായെന്ന് ചോദിക്കാം. ഇത് കേട്ടതും അയാൾ പറഞ്ഞു, അത് പിന്നെ ഈ 2-3 ദിവസമായിട്ട് ഇവിടെ കുറെ മോഷണങ്ങളും നടക്കുന്നുണ്ട്. ഇവന്റെ മുഖമാണെങ്കിലോ CCTV ദൃശ്യങ്ങൾക്കകത്ത് കണ്ട മുഖമായിട്ട് സാമ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാന്ന് പറയാണ്. ഇത് കേട്ടതും ജയൻ പറഞ്ഞു, സാറേ ഒരു കാര്യം പറഞ്ഞേക്കാം, സംശയത്തിന്റെ പേരില് ഇപ്പൊ ഈ കാണിച്ചു കൂട്ടിയ കോപ്രായം ഉണ്ടല്ലോ, വേണമെങ്കിൽ എനിക്ക് കേസ് കൊടുക്കാം. പക്ഷെ കൊടുക്കുന്നില്ല. കാര്യം എന്താണെന്നറിയോ? ഇവർ കള്ളനോയം പെടുത്തി ശബരിമലയ്ക്ക് പോയിട്ട് അയ്യപ്പസ്വാമി കൊടുത്ത പണിയവന്. ഇത് സാറിന്റെ രൂപത്തിൽ ചിലപ്പോൾ അയ്യപ്പസ്വാമി ഒന്ന് കൊടുത്തായിരിക്കും, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി ഇങ്ങനെ വരുന്നവരെ സംശയത്തിന്റെ പേരിൽ ഇങ്ങനെ ഇരിക്കരുതെന്ന് പറയാണ്. ഇത് കേട്ടത് എസ് ഐ പറഞ്ഞു, അയ്യോ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയണേ. ഞാക്കും മനസ്സിലാവുന്നുണ്ട്. ഇത് കേട്ടത് അഭി പറഞ്ഞു, ആകുന്നേ പറഞ്ഞ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അനന്തമൂർത്തിയുടെ കൊച്ചുമോനാന്ന്. പക്ഷെ ഇവരെന്തോ എന്നെ കളിയാക്കുകയോ ചെയ്ത ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയാണ്. സാരമില്ല. പിന്നീട് അജയൻ ചെന്നിട്ടോളും, സാറേ സാറിന്റെ പേര് കേസ് കൊടുക്കാത്ത സാറിന്റെ ഇച്ചിരി ഇതുള്ളതുകൊണ്ടാ. കാരണം ഒരു പക്ഷേങ്കില് കേസ് കൊടുത്തിട്ടായിരുന്നെങ്കിൽ സാറിന്റെ തൊപ്പി തെറിച്ചു പോയനം. ഒന്നും അറിയത്തില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് തല്ലി ഇടിച്ചവനെ അതിനുള്ള കൂടി സാറിന് കിട്ടിയെന്ന് പറയണം. ഇത് കേട്ടതും അയാൾ പറഞ്ഞു, ക്ഷമിക്കണം, ആള് മാറി ചെയ്തു പോയതാന്ന് പറയണം. പിന്നീട് അഭിനയം കൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് പറഞ്ഞു, ഇപ്പം മനസ്സിലായല്ലോ നിനക്ക് അയ്യപ്പസ്വാമി തന്ന കൂലിയായിരുന്നുള്ള കാര്യം. നിനക്കും മനയ്ക്കോ ഞങ്ങളോട് മര്യാദയ്ക്ക് വന്നാൽ മതിയായിരുന്നു. അപ്പൊ നീ ഓരോ അടവും മുട്ടായുക്തികളും പറഞ്ഞുകൊണ്ടും ഇങ്ങനെ നിന്നു. അപ്പൊ അതിനുള്ള കൂലി നിനക്ക് കിട്ടിയില്ലേ? ഇപ്പൊ നിനക്ക് സമാധാനമല്ലേ? ജയൻ പറഞ്ഞു, ശരിയാ, അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞേ. കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പുറകെ പോകേണ്ടി വരും. അത് മാത്രമല്ല ഇനിയിപ്പോൾ അതിനുള്ള സമയം നമുക്കില്ല. ഇവനിട്ട് കിട്ടാനുള്ള ഇവനിട്ട് കിട്ടി, ഇവൻ ചെയ്തതിനുള്ള കൂലി ഇവനിട്ട് കിട്ടിയത്. നാളെ കൂടെ കിട്ടിയാലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.